എല്ലാവർക്കും PRS കിച്ചണിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം പ്രിയമാണ്. ഇപ്പൊ നല്ല മഴയാണല്ലോ അല്ലെ? അപ്പോൾ എല്ലാവരും സേഫ് ആണല്ലോ അല്ലെ? നമ്മുടെ പച്ചക്കറി തോട്ടം സേഫ് ആക്കി വെക്കാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കി വെക്കാമല്ലോ അല്ലെ? വളരെ ഈസി ആയിട്ട് എല്ലാ ചെടികൾക്കും അത്രമാത്രം ഉപകാരപ്രദമായ മണ്ണിര കമ്പോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ PRS ടിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല ടിപ്പുകളാണ്, അതായത് നമ്മൾ ചെയ്ത് സക്സസ് ആയ ടിപ്പുകൾ, എല്ലാവർക്കും ഉപകാരപ്രദമായ ടിപ്പുകളാണ് നമ്മൾ അതിലിടുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ അത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവര് അതൊന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സാധാ കമ്പോസ്റ്റിനേക്കാളും മൈക്രോ ന്യൂട്രിയൻസും അതുപോലെ തന്നെ ചെടികൾക്ക് വേണ്ട എൻസൈമുകളും ഹോർമോണുകളും ധാരാളം അടങ്ങിയിട്ടുള്ള നമ്മുടെ മണ്ണിര കമ്പോസ്റ്റ് പെട്ടെന്ന് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. അതിനായിട്ടുണ്ടല്ലോ ഇങ്ങനെയുള്ള ഒരു ദീർഘചതുരാകൃതിയിലുള്ള ഒരു പാത്രം നമുക്ക് ആവശ്യമാണ്. പക്ഷെ എൻ്റെ അടുത്ത് ഇപ്പോൾ ആ പാത്രമില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം ഇങ്ങനെ ഒരു ദീർഘചതുരാകൃതിയിലുള്ള പാത്രം എടുത്തതിന് ശേഷം നമ്മൾ അതിന് 4 സൈഡിലും ഓരോ ഹോൾസ് ഇടണം. എന്തെങ്കിലും വെള്ളമോ വേസ്റ്റോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഗ്ലൗസ് ഇടാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഗ്ലൗസ് ഇട്ട് ചെയ്യുന്നതാണ് ഒത്തിരി കൂടെ കൂടുതൽ നല്ലത്. ചാണകപ്പൊടിയും ചകിരിച്ചോറും ചേർത്തിട്ടാണ് നമുക്ക് വെർമി കമ്പോസ്റ്റിനുള്ള ബെഡ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പം നമ്മൾ ഇത് രണ്ടും ഉണ്ടല്ലോ തുല്യ അളവിലെടുക്കണം. ചാണകപ്പൊടി നന്നായിട്ട് ഉണക്കി പൊടിച്ച് കറക്റ്റ് ആക്കിയിട്ടുള്ളത് വേണം. തുല്യ അളവിലെടുത്തിട്ടുള്ള ചകിരിച്ചോറും ചാണകപ്പൊടിയും നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കറക്റ്റ് ആക്കണം. ഒരിക്കലും വെള്ളം കൂടരുത്, നമ്മൾ ഒരു കറക്റ്റ് അളവിന് നോക്കിയിട്ട് വേണം ഒഴിച്ച് കറക്റ്റ് ആക്കാൻ. പക്ഷേ ആദ്യത്തെ ദിവസം കുറച്ച് വെള്ളം കൂടിയെങ്കിലും നമ്മൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളിത് ഒരാഴ്ച മുതൽ 2 ആഴ്ച വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് മണ്ണിരേനെ ഇതിലേക്ക് ആക്കുകയുള്ളൂ. അപ്പം നമ്മൾ ആദ്യത്തെ ദിവസം കുറച്ചധികം വെള്ളം ആക്കിയിട്ടായാലും നന്നായിട്ട് പൊത്തി വെക്കണം. എന്നിട്ട് 2 ദിവസത്തിന് ശേഷം ഒന്നും കൂടെ നോക്കണ സമയത്ത് അതിൽ സ്വല്പം വെള്ളത്തിൻ്റെ കുറവുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ ആയിട്ട് കറക്റ്റായിട്ടുണ്ടാവും. വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ 2ാമത്തെ ദിവസം കുറച്ചും കൂടെ വെള്ളം തെളിച്ച് കൊടുക്കുക. പിന്നെ ഒഴിക്കരുത്, ജസ്റ്റ് ഒന്ന് തെളിച്ച് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ കൂമ്പാരാക്കി ഒന്ന് പൊത്തി വയ്ക്കുക. പിന്നെ നമ്മൾ 2 ദിവസത്തിന് ശേഷം ഒന്നും കൂടെ നോക്കി അതിൽ വെള്ളം കുറവുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഒന്ന് തെളിച്ച് വെച്ചിട്ട് അങ്ങനെ പൊത്തി വയ്ക്കും. നമ്മളിത് ഏകദേശം ഈ പുട്ടൊക്കെ തയ്യാറാക്കുമ്പോൾ നനയ്ക്കില്ലേ, ആ ഒരു പരുവം വേണം. അതായത് നമ്മളത് എടുക്കണ സമയത്ത് വെള്ളം അതിൽ നിന്ന് ഇറ്റ് വീഴാൻ പാടില്ല, എങ്കിലോ അതിൽ നനവും വേണം. അത് നമ്മുടെ കറക്റ്റ് പുട്ടിൻ്റെ പരുവത്തിൽ നമ്മൾ വെള്ളമൊക്കെ തെളിച്ച് ഇത് കറക്റ്റാക്കി വെക്കണം. ശരിക്കും നമ്മൾ 2 ആഴ്ചയ്ക്ക് ശേഷം എടുക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല അടിപൊളി ആയിട്ടുണ്ടാവും. ഈ ഒരു കളറും ഈ ഒരു രീതിയും ആയിട്ടാണ് നമ്മളിതിൽ മണ്ണിരേനെ ഇടുന്നതെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. കണ്ടല്ലോ, നമ്മൾ എടുക്കുന്ന സമയത്ത് അത് കുഴഞ്ഞു വരും ഇങ്ങനെ, പക്ഷേ അതിൽ വെള്ളം വരില്ല, എങ്കിലോ അതിൽ ഈർപ്പമുണ്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ കണക്ക്. ഇനി നമ്മൾ നമ്മുടെ ദീർഘചതുരപ്പെട്ടി ഉണ്ടല്ലോ അതിലോട്ട് ഇത് മാറ്റിയാണ് വേണ്ടത്. അതിൽ 5 സെൻറ്റിമീറ്റർ ഉയരം വരെ ഇത് ഇട്ട് വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് മണ്ണിരേനെ ചേർക്കേണ്ടത്. ഇനി നമുക്ക് മണ്ണിരേനെ എവിടെ നിന്നാണ് കിട്ടുകയെന്നറിയോ? ഈ വെർമി കമ്പോസ്റ്റ് ചെയ്യുന്ന ചില കർഷകരുണ്ടാവും, നല്ല രീതിയിൽ വലിയ രീതിയിൽ ചെയ്യുന്നവർ, അവരുടെ അടുത്ത് പോയാലും കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കാർഷിക സർവകലാശാലയുണ്ട്. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ കൃഷി ഓഫീസ് ഉണ്ടല്ലോ, ഈ കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മണ്ണിരേനെ കിട്ടാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഈ മണ്ണിരകൾ 2 തരമുണ്ട്. റെഡ് വിഗ്ലേഴ്സും ഉണ്ട്, ആഫ്രിക്കൻ മണ്ണിരകളുണ്ട്. രണ്ടും നല്ലതാണ്. രണ്ടിൻ്റെയും വ്യത്യാസം എന്താണെന്ന് പറയാം. ഈ റെഡ് വിഗ്ലേഴ്സിന് ഒട്ടും ചൂട് താങ്ങാനായിട്ട് പറ്റില്ല. അപ്പോൾ അവർക്ക് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ വേണം. എന്നാൽ ഈ ആഫ്രിക്കൻ മണ്ണിരകൾക്ക് ചൂട് താങ്ങാനുള്ള കഴിവുണ്ട്. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ചൂട് താങ്ങാനുള്ള കഴിവ് നമ്മുടെ ആഫ്രിക്കൻ മണ്ണിരയ്ക്കുള്ളത് കൊണ്ട് അത് വാങ്ങാനായിട്ടാണ് ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത്. നമുക്കുണ്ടല്ലോ ഒരു അടുക്കള തോട്ടത്തിലോട്ട് 200 മുതൽ 250 ഗ്രാം വരെ മണ്ണിരയാണ് ആവശ്യം. അപ്പം നമ്മൾ കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ട് മണ്ണിരേനൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ബെഡ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിലോട്ട് മണ്ണിരേന ഇടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇട്ട വഴി തന്നെ അതിന് ഭക്ഷണം കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രമേ അതിന് കൊടുക്കേണ്ടതുള്ളൂ. കാരണം ആ മണ്ണിര നമ്മളുടെ ഈ പുതിയ സ്ഥലമായിട്ടൊന്ന് ഇഴകിച്ചേരണം. അതിന് ശേഷം മാത്രമാണ് നമ്മൾ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ വേസ്റ്റാണ്. അപ്പം നമ്മൾ സാധാരണ കിച്ചൺ വേസ്റ്റ് കൊണ്ട് കമ്പോസ്റ്റ് തയ്യാറാക്കുമല്ലേ, എന്നാൽ ആ സാധാ കമ്പോസ്റ്റിനേക്കാളും മൈക്രോ ന്യൂട്രിയൻസ് ഈ വെർമി കമ്പോസ്റ്റിൽ കൂടുതലാണ്.
ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ പറയാം. കിച്ചൺ വേസ്റ്റ് മുഴുവനായിട്ട് അങ്ങ് ഇടാതെ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. പിന്നെ നമ്മുടെ അടുക്കളയിലുള്ള എല്ലാ കിച്ചൺ വേസ്റ്റും അതിനിട്ട് കൊടുക്കാനായിട്ട് പാടില്ലാത്ത സംഭവങ്ങൾ എന്ന് പറയുന്നത് ചെറുനാരങ്ങ പാടില്ല, ഉള്ളിത്തൊലി പാടില്ല, പാലുൽപ്പന്നങ്ങൾ അതായത് തൈര്, മോര് ഇങ്ങനത്തെ ഒറ്റ സംഭവം നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ വെർമിസിൽ കമ്പോസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രം ചെറുതായിട്ട് ഒന്ന് കുഴിയെടുത്തിട്ട് അതിൽ വേണം നമ്മൾ ഈ വേസ്റ്റൊക്കെ ഇട്ടിട്ട് മണ്ണിട്ട് മൂടാനായിട്ട്, അല്ലാണ്ട് എല്ലാ സൈഡിലും ആയിട്ട് നമ്മൾ ഇടരുത്. അതുപോലെ നമ്മുടെ മണ്ണിരയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവങ്ങളാണ് ഈ മുട്ടത്തൊണ്ട് പൊടിച്ചത്. നല്ല നൈസായിട്ട് പൊടിച്ചിട്ടുള്ള മുട്ടത്തൊണ്ടും തേയിലച്ചണ്ടി ഉണ്ടല്ലോ, അതും ഒത്തിരി ഇഷ്ടമുള്ള 2 സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ പച്ചക്കറി വേസ്റ്റുകളൊക്കെ എത്രമാത്രം ചെറുതാക്കി കട്ട് ചെയ്യണോ അതിനനുസരിച്ച് ഇതങ്ങൾക്ക് ഭക്ഷണമായിട്ട് സ്വീകരിക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ മാക്സിമം ഇത് ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഒരു 200-250 ഗ്രാം മണ്ണര എന്ന് പറഞ്ഞില്ലേ, അതിന് നമുക്കൊരു 200 ഗ്രാമൊക്കെ കിച്ചൺ വേസ്റ്റ് ഒരു ദിവസം ഇട്ട് കൊടുത്താൽ മതി. അത്രയേ ആവശ്യം വരുള്ളൂ. പിറ്റേ ദിവസം നമ്മൾ നോക്കണ സമയത്ത് അത് കഴിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ മണ്ണിരകൾ ത്വക്കിലൂടെയാണ് ശ്വസിക്കുക. അത് നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ കറികൾ, അതുപോലെ തന്നെ ആസിഡിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, പാലുൽപ്പന്നങ്ങൾ ഇതൊന്നും ഭക്ഷണത്തിൽ ചേർക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ ചേർത്ത ഭക്ഷണമൊന്നും ഇട്ട് കൊടുക്കരുതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ പച്ചക്കറി വേസ്റ്റുകൾ ഇട്ട് കൊടുക്കുന്ന സമയത്തും എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കരുതെന്ന് പറയണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഭക്ഷണം ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിനൊരു പുഴുക്കുണ്ടാവും, ഒരു ചെറിയൊരു ചൂടുണ്ടാവും. അപ്പോൾ അതങ്ങനെ അഴുകണതിനനുസരിച്ച് അതിൽ ചൂട് നിലനിൽക്കും. അപ്പം അത് ഇതുങ്ങൾക്ക് ആ ചൂട് പറ്റില്ല. അപ്പോൾ ഈ ഭക്ഷണം ഇട്ടതിൻ്റെ കുറച്ച് നീങ്ങിയിട്ട് അതുങ്ങൾ പോയി കിടക്കും. എന്നിട്ട് ഇത് ചൂടാറണ സമയം നോക്കി അത് വന്നിട്ട് അത് ഭക്ഷിക്കുകയാണ് ചെയ്യുക. ഇപ്പം നമ്മൾ ചിന്തിക്കും വേവിച്ചതൊന്നല്ലല്ലോ ഇട്ട് കൊടുക്കുന്നത്, പിന്നെ ഇങ്ങനെ ചൂടുണ്ടാവണമെന്ന്. പക്ഷേ അതങ്ങനെയാണ്. നമ്മളത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കത് അറിയാം, അതിനൊരു ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ ആ ചെറിയ ചൂട് പോലും ഇതുങ്ങൾക്ക് താങ്ങാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു മൂലയ്ക്കിൽ നോക്കിയിട്ട് ഇത് ഇട്ട് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അത് പോയി കിടന്നോളും. എന്നിട്ട് അതിനാവശ്യം വരുന്ന സമയത്ത് അത് കഴിച്ച് അതവിടെ ജീവിച്ചോളും. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു മണ്ണിര കമ്പോസ്റ്റ് തന്നെ തയ്യാറാക്കാനായിട്ട് സാധിക്കും. യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രം മതി. പിന്നെ ഈ മണ്ണിര കമ്പോസ്റ്റിൽ ഉണ്ടാവുന്ന വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഉറുമ്പുകൾ വന്നിട്ട് ഇതങ്ങനെ തിന്നാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം അതിനെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ മണ്ണിര കമ്പോസ്റ്റ് ഇപ്പം മഴയും വെയിലും ഒന്നും തട്ടാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു ഷീറ്റ് ഇട്ടതിൻ്റെ അടിയിലോ അല്ലെങ്കിൽ സൈഡിൻ്റെ അടിയിലോ ആണ് വെക്കേണ്ടത്. ഉറുമ്പ് വരാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ കമ്പോസ്റ്റ് നമ്മൾ ഒരു സ്റ്റൂളിൻ്റെ, നമ്മുടെ അടുത്ത് വല്ല പഴയ സ്റ്റൂൾ ഉണ്ടെങ്കിൽ ആ സ്റ്റൂളിൻ്റെ മേലെ കയറ്റി വയ്ക്കുക. എന്നിട്ട് ഈ സ്റ്റൂൾ ഉണ്ടല്ലോ, നമ്മൾ വല്ല പഴയ പാത്രങ്ങൾ, അതായത് നമുക്ക് മണ്ണിൻ്റെ വല്ല പാത്രം അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം, കപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വെള്ളം വെച്ചിട്ട് ഈ സ്റ്റൂൾ അതിലോട്ട് ഇറക്കി വെക്കുക. അപ്പം ഈ ഉറുമ്പ് വരാനുള്ള സാധ്യത കുറയും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി വെർമിസൽ കമ്പോസ്റ്റ് വീട്ടിൽ തയ്യാറാക്കാനായിട്ട് സാധിക്കും. എല്ലാ ചെടികൾക്കും വേണ്ട എൻസൈമുകളും ഹോർമോണും വെർമിസൽ കമ്പോസ്റ്റിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ യാതൊരു മുതൽ മുടക്കും ഇല്ലാത്ത ഇത് തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. അപ്പം നന്ദി, നമസ്കാരം.